കർത്താവെ, ഇത് എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു? പക്ഷെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി നമുക്കറിയത്തില്ല. അപ്പൊ ഒരു വഴി അടഞ്ഞാൽ നമുക്ക് ദൈവം മറ്റൊരു വഴി തുറന്നിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. അല്ലെങ്കിൽ പഠനോത്ഭകമായ പല കാര്യങ്ങളും ആരാധന ലീഡ് ചെയ്ത കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞുങ്ങള് എന്നാൽ കുറച്ചു നേരം ഇതിന്റെ അകത്ത് കയറി 2 പാട്ട് പാടി ഞങ്ങളുടെ കഴിവ് തെളിയിക്കാമെന്നോർത്ത് വന്നതല്ല. ലീഡ് ചെയ്ത സഹോദരി അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരെ കുറിച്ച് ഉള്ള ഒരു അറിവ് മറ്റുള്ളവരെ അറിയിക്കാമെന്നോർത്ത് വന്നതല്ല. അടുത്തത് ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നവർക്ക് മറ്റു ജോലി ഇല്ലാത്തത് കൊണ്ട് കയറിയതല്ല. ഇന്ന് രാത്രിയിൽ യേശു നിരാശയുടെ പടകിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ചില ഉത്തരം യേശു നൽകിയിട്ട് തന്നെ ഈ ഗൂഗിൾ മീറ്റ് അവസാനിപ്പിക്കത്തുള്ളൂ. നിങ്ങളുടെ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് 1-ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ നോക്കണം. അത് നിരാശയിൽ കിടന്നവന്റെ അവൻ പടകിനെ നിറച്ചുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, എന്റെ സന്ദേശത്തിന്റെ പ്രാരംഭ സമയത്ത് അവൻ ചില നിരാശ അനുഭവിക്കുന്ന, ചില വേദന അനുഭവിക്കുന്ന, ചില ഇല്ലായ്മകളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന, അവൻ ചില പ്രതിസന്ധികളുടെ അവൻ സഞ്ചരിച്ച് കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ വഴിത്താരകളിലൂടെ. വീഡിയോ ഓണാക്കി നിങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞതിന്റെ അകത്ത് പലരും ഇറങ്ങിയല്ല. കാരണം പലരുടെ വീടിന്റെ മുറ്റത്ത് നക്ഷത്രം. സ്തോത്രം. പലരുടെയും വീടിന്റെ മുറ്റത്ത് നക്ഷത്രം കാണാം. നമ്മുടെ ചില ആളുകളൊക്കെ കടയിൽ നിന്ന് നക്ഷത്രം കാണുമ്പോഴും മിന്നി ഇങ്ങനെ തിളങ്ങുന്ന കാണുമ്പോഴും നമുക്കൊരു ആവേശമാണ്. എന്നെങ്കിലുമൊക്കെ നക്ഷത്രം എണ്ണിക്കും ദൈവം, അതുവരെ ഇട്ടോളൂ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ അത് അവിടെ കൊണ്ടങ്ങ് വിടുകയാണ്. നമ്മുടെ ക്രിസ്മസിന്റെ സന്ദേശമല്ലല്ലോ. ഒന്ന് പടകിലിരുന്ന് യേശു ഒരു വിടുതൽ നൽകുകയാണ്. ശൂന്യമായ പടകിനെ നിറച്ചു. രണ്ടാമത്തത്, പട്ടണത്തിലിരിക്കുമ്പോൾ പട്ടണത്തിന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ലെപ്രസി കുഷ്ഠം ബാധിച്ച ഒരു മനുഷ്യൻ, ഈ മനുഷ്യന് പട്ടണത്തിൽ ഇറങ്ങാൻ അനുവാദമില്ല. ഈ മനുഷ്യന് ദേശത്തിലൂടെ ഇറങ്ങി നടക്കാൻ അനുവാദമില്ല. ഒരു മറ്റു മനുഷ്യരുടെ അടുക്കൽ പോകാൻ അനുവാദമില്ല. കുഷ്ഠം എന്ന് പറയുന്നത് വലിയ കഷ്ടമായ കാര്യമാണ്. കാരണം അവന്റെ ജീവിതത്തിൽ അത് നഷ്ടം മാത്രമേ ഉള്ളൂ. എന്താ കാരണം? അവൻ വീട്ടുകാരവനെ വെറുക്കും, കുടുംബക്കാരവനെ വെറുക്കും, നാട്ടുകാരവനെ വെറുക്കും, ബന്ധുമിത്രാദികളും സഹോദരങ്ങളും ഉറ്റവരും ഉടയവരും എല്ലാം അവനെ വെറുക്കും. യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ? കേവലം ശരീരത്തിൽ ഒരു വ്രണം വന്നു. ആ വ്രണം പൊട്ടിപ്പഴുത്ത് ശരീരം ആസകലം വന്നു. സ്വന്തം ഭാര്യ വരെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാമോ?
നിനക്ക് പോയി ചത്തുകൂടെ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട്? സ്തോത്രം. പിന്നെ ഇനിയിപ്പോ യോബിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇനി അങ്ങോട്ടും കൂടി കയറും, അതുകൊണ്ട് ആ ഭാഗം വിടുക. അപ്പൊ കുഷ്ഠം വന്നത് അവന്റെ ജീവിതത്തിൽ വല്ലാത്ത കഷ്ടത അനുഭവിച്ച് ജീവിതം മുഴുവൻ നഷ്ടമായി. ആരുടെയും അരികിൽ പോകാൻ കഴിയത്തില്ല. അങ്ങനെ പോകാൻ കഴിയാത്ത ഒരു ഇടം അവൻ ഏത് മേഖലകളിലാണ് എനിക്ക് പോകാൻ കഴിയുന്നത്, ഏത് മേഖലകളിലാണ് എനിക്ക് പോകാൻ കഴിയാത്തത് എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ അവൻ അറിയാം, എന്റെ അരുമനാഥൻ വന്നാൽ അവന്റെ അരികിൽ പോകാൻ ഒരുത്തന്റെയും അനുവാദം എനിക്ക് വേണ്ട. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഗൂഗിൾ മീറ്റ് ആണെങ്കിലും ഞാൻ ഹല്ലേലൂയ പറയിക്കും. കാരണം സഭയ്ക്കകത്ത് വന്നിരുന്ന് ഉറങ്ങുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഗൂഗിൾ മീറ്റ് വന്നിരുന്നിട്ടാണോ? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തലയൊക്കെ ആട്ടുന്നത് കൊണ്ട് ഉറങ്ങുന്നില്ല. നിങ്ങൾ ഈ തലയാട്ടുന്നത് ചിലർ ഉറങ്ങി വീഴുന്നതെന്ന് എനിക്കറിയാമെന്നേ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഗൂഗിൾ മീറ്റിലല്ലേ ഫോട്ടോയില് ആണി അടിച്ചിട്ട് കാറ്റടിച്ചിട്ട് ഫോട്ടോയില് ഭിത്തിയെ കിടന്നിട്ട് ഇത് ആടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നാടി കാണിച്ചാൽ മതിയല്ലോ. നടക്കുകയില്ല. ഞാൻ ഹല്ലേലൂയ പറയിക്കും. അനുഗ്രഹിക്കട്ടെ. അപ്പൊ അവൻ ഈ കുഷ്ഠം പിടിച്ചവൻ, അവൻ ആരുടെ അടുത്ത് പോകാനും അനുവാദമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് വേദനയുടെ അനുഭവത്തിലിരുന്നാലും ഒരു മനുഷ്യന്റെ അരികിലും നിനക്ക് പോകാൻ മനുഷ്യൻ അനുവാദം തന്നില്ലെങ്കിലും, ഞാൻ ഇങ്ങനെയും കൂടി പറയാം, ഒരു സംഘടനകളും നിനക്ക് അതിന് അനുവാദം തന്നില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അരികിൽ പോകാൻ നിനക്കൊരു മനുഷ്യന്റെ അനുവാദവും വേണ്ട. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ധൈര്യത്തോടെ 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 ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ എന്റെ അപ്പൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ട്. അവൻ കുഷ്ഠം അനുഭവിക്കുന്ന വ്യക്തിക്ക് കുഷ്ഠത്തിന്റെ സാഹചര്യം അവന്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു നഷ്ടം ഉണ്ടാക്കിയപ്പോൾ ഇന്ന് രാത്രിയിൽ ആ നഷ്ടത്തിന്റെ കണക്ക് നോക്കി അവൻ ഇരുന്നില്ല. മറിച്ച് യേശുവിന്റെ അരികിലേക്ക് അവൻ ഓടിയെത്തി. അവന്റെ മുന്നിൽ കവിണ് വീണപ്പോൾ അവനെ തൊട്ടു സുഖപ്പെടുത്തുവാൻ അവൻ മാറി നിന്ന് ആശീർവദിച്ചിട്ട് പോയ യേശുവല്ല, മാറി നിന്നിട്ട് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ യേശുവല്ല, മറിച്ച് അവൻ കുഷ്ഠമാണെന്ന് പറഞ്ഞ് തൊടാതിരുന്നവനെ തൊട്ട് സുഖപ്പെടുത്തിയ ഒരു യേശുവിന്റെ സാന്നിധ്യമായി ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുന്നത്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഇന്ന് രാത്രിയിൽ രണ്ടാമത്തെ ഭാഗം പറഞ്ഞ് എന്റെ സന്ദേശത്തിലേക്ക് ഞാൻ വരികയാണ്. എന്താണെന്നറിയാമോ? ആമേൻ. കുഷ്ഠം ബാധിച്ചിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കാൻ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് ശുദ്ധമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സില്ലാത്ത നൂറുകണക്കിന് ആളുകളുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. ആമേൻ. എന്നോട് സഹകരിക്കാത്ത നിരവധി ആളുകളുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ തൊടാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അപ്പാ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ആരൊക്കെയോ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ ചില ദിവസങ്ങളായി യേശുവിനോട് ചോദിക്കുകയപ്പാ, എന്നെ ഒന്ന് തൊടാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഒന്ന് നിറയ്ക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എന്റെ വേദനകളൊന്ന് തീർക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകള്, ഞാൻ അനുഭവിക്കുന്ന വേദനകള്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങള് ഇന്ന് രാത്രിയിലപ്പാ അതൊന്ന് കേട്ട് എന്നെ സൗഖ്യമാക്കാൻ, എന്നെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ചിലരോട് ഇന്ന് രാത്രിയിൽ യേശു തമ്പുരാൻ പറയുക, കുഞ്ഞ്, എന്റെ അരികിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ തൊടുക മാത്രമല്ല, നിന്നെ മാറോടൊന്ന് ചേർത്ത് പിടിച്ച് നിന്റെ നെറുകയിൽ ഞാനൊന്ന് ചുംബിച്ച് നിന്റെ കുഷ്ഠത്തിന്റെ അവസ്ഥകൾ, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ അവസ്ഥകൾ, നീ അനുഭവിക്കുന്ന നഷ്ടത്തിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രിയിൽ ഒന്ന് തീർത്തു തരുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് അവൻ വാതുറന്ന് പറയുകയാ. എത്ര പേര് ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ രണ്ടാമത്തെ ഭാഗവും ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. സന്ദേശത്തിലേക്ക് ഞാൻ വരാം. മൂന്നാമത്തെ ഭാഗം നമ്മൾ അതിപ്രധാനമായ സന്ദേശമാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ വായിച്ച ഭാഗം, പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാനിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. പലരാമയും പറയണം. ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ഏതെങ്കിലും വിഷയം വല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയാം,
ആ വിഷയം എന്റെ യേശുവിന്റെ അരികിൽ ഒന്ന് ഇറക്കി വെക്ക്. മറുപടി നിനക്ക് ഉറപ്പായി എന്റെ യേശുവിന്റെ രാത്രിയിൽ തന്നിരിക്കും. ഞാൻ ആ സന്ദേശം ഒറ്റ വാക്കുകൊണ്ട് ഒതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ട് ചെല്ലുവാൻ എന്റെ സന്ദേശത്തിന്റെ ആ ടോപ്പിക്ക് ഞാൻ പറയാം, വഴി കാണാഞ്ഞിട്ട്. എന്താണ് വഴി കാണാഞ്ഞിട്ട്? നോക്ക്, പുരുഷാരം ഹേതുവായി അകത്ത് കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. അപ്പോൾ 4 പേര് പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ ചുമന്നുകൊണ്ട് കട്ടിലിൽ എടുത്തുകൊണ്ട് യേശു ഇരിക്കുന്ന വീടിന്റെ അകത്തേക്ക് കൊണ്ടു ചെല്ലുവാൻ കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചത്. ആ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കടൽക്കരയിൽ പുരുഷാരമുണ്ട്. പട്ടണത്തിൽ കുഷ്ഠം പിടിച്ച വ്യക്തി ഓടി വരുമ്പോഴും പുരുഷാരമുണ്ട്. ഇനി 3ാമത്തെ സ്ഥലം വീടിന്റെ അകത്ത് യേശു വന്നു. 1 കടലിൽ യേശു വന്നു, 2 പട്ടണത്തിൽ യേശു വന്നു, യേശു അടുത്തത് വീട്ടിൽ വരികയാണ്. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് യേശു വന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. പക്ഷെ യേശു വീട്ടിൽ വന്നപ്പോഴും പുരുഷാരം മാറിയിട്ടില്ല. പുരുഷാരം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു വലിയ അനുഭവമുണ്ട്. എന്താ അനുഭവം എന്നറിയാമോ? യേശുവിന്റെ അരികിലേക്ക് 4 പേര് ഒരു പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ കട്ടിലിൽ ചുമന്നുകൊണ്ട് വരികയാണ്. ഞാൻ ആ കാഴ്ച, നിങ്ങൾ ആ കാഴ്ച അതൊന്ന് ഇമാജിൻ ചെയ്യാം. 4 പേര് 4 സൈഡിൽ നിൽക്കുന്നു. എന്റെ ഒരു പരസ്യയോഗത്തിന്റെ പ്രസംഗ വിഷയമാണ് 4 ചുമട്ടുകാർ എന്നുള്ളത്. ആ വിഷയം നിങ്ങൾ എന്തെങ്കിലും എന്നെ പരസ്യയോഗത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പ്രസംഗിക്കാം. ഇന്നത്തോടെ ആ വിളി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം 4 പേര് കട്ടിലിൽ ചുമന്നുകൊണ്ട് വരിക. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം. അങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? യേശുവിന്റെ അരികിൽ. യേശു എവിടെയുണ്ട്? വീടിന്റെ അകത്ത് യേശുവുണ്ട്. പക്ഷേ ഇവർ ചുമന്നുകൊണ്ട് വരുന്നത് ഒരു വഴിയിലൂടെയാണ്. ഈ വഴിയിലൂടെ ഇവർ ചുമന്നുകൊണ്ട് വന്നത് വീട്ടിലേക്കാണ്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ വഴി അടഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ല? അച്ഛാ, ഇവരുടെ യാത്ര വീട്ടിലേക്കല്ലേ? ഇവർ പോകുന്നതും വീട്ടിലേക്കല്ലേ? ഏത് വീട്ടിലേക്കുള്ള വഴി അച്ഛാ അടഞ്ഞു പോയത്? നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് നിരവധി വഴികളുണ്ടെന്ന്. വയനാട്ടിലെ മാനന്തവാടിക്കടുത്ത് കോറോം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ എന്റെ വീട്. ഇവിടെ നിന്ന് ഞാൻ ഏത് ഭാഗത്തു നിന്നും വണ്ടി കയറിയാൽ കോഴിക്കോട് എന്ന് താമരശ്ശേരി വഴി, താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞാൽ മാനന്തവാടിയിലെത്തി വെള്ളമുണ്ടയ്ക്ക് പോകുന്ന ബസ്സിൽ കയറി നിലവിൽപ്പുഴയ്ക്ക് വരുന്ന ബസ്സിൽ കയറിയാൽ കോറോത്ത് എന്റെ വീടിന്റെ വാതിക്കൽ ഇറങ്ങാം. ഇനി കുറ്റിയാടി തൊട്ടിൽപ്പാലം വഴി പോയി കഴിഞ്ഞാൽ ആ തൊട്ടിൽപ്പാലം ചുരം വഴി കയറിയാൽ എന്റെ വീട്ടിൽ പോകാം. ഇനി ആ നെടുമ്പോയി കണ്ണൂർ വഴി തലശ്ശേരി വഴി പോയാൽ എന്റെ വീട്ടിൽ വരാം. ഇനി കണ്ണൂർ വഴി വന്നാൽ പാൽച്ചുരം എന്ന് പറയുന്ന ചുരം കയറി എന്റെ വീട്ടിൽ വരാം. അപ്പോൾ എന്റെ വീട്ടിലേക്ക് വരാൻ നിരവധി വഴികൾ എനിക്കുണ്ട്. സനപ്പാസ് വീട്ടിലേക്ക് വരാൻ നിരവധി വഴികളുണ്ട്. കെസിയാമോളുടെയും കൃപമോളുടെയും വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാ. അവരുടെ വീട്ടിലേക്ക് പോകാനും വഴിയുണ്ട്. അപ്പോൾ എല്ലാ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോകാനും വഴിയുണ്ട്. ആരുടെയും വഴി അടഞ്ഞതല്ല. വീടിന്റെ അകത്ത് വരെ കയറാൻ നമുക്ക് വഴിയുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഈ 4 പേര് അവര് വഴിയിലൂടെ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ടാ വരുന്നത്. ഈ ചുമന്നുകൊണ്ട് ഇവർ വരുന്നത് ഒരു വീട്ടിലേക്കാ. പക്ഷെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോ വഴി അടഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് രാത്രിയിൽ ഒരു സന്ദേശം ഞാൻ പറയാം. സ്വർഗം നിനക്കൊരു വഴി തുറന്നാലുണ്ടല്ലോ, ഇന്ന് രാത്രിയിൽ അത് അടയ്ക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല കേട്ടോ. ആമേൻ. പുരുഷാരം നിന്റെ വഴി ഒരുപക്ഷെ അടയ്ക്കും. ബന്ധുമിത്രാദികൾ നിന്റെ വഴി ഒരുപക്ഷെ അടയ്ക്കും. നിന്റെ ജീവിതത്തിൽ കാമേൻ അനുഭവിക്കേണ്ടുന്ന നന്മകൾക്ക് ഒരുപക്ഷെ പുരുഷാരം മാത്രമല്ല, നിന്റെ ബന്ധുമിത്രാദികൾ മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾ മാത്രമല്ല, സകല വ്യക്തികളും നിന്റെ വഴി അടയ്ക്കും. പക്ഷെ സ്വർഗം ഇന്ന് രാത്രിയിൽ ഒരു വഴി തുറന്നാലുണ്ടല്ലോ, ആ വഴി ആരും തുറക്കാത്തൊരു വഴിയാണ് നിനക്ക് തുറന്നു തരുന്നത്. ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വഴിയാണ് സ്വർഗം ഇന്ന് രാത്രിയിൽ നിനക്ക് തുറന്നു തരുന്നത്. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ
അവരുടെ വഴിയടഞ്ഞെങ്കിൽ, അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പുരുഷാരം അവരെ അകത്തേക്ക് വിടാതെ വഴിയടച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ അവർ മടങ്ങിപ്പോകാതെ, അവർ വന്ന വഴിക്ക് തിരിച്ചു പോകാതെ, ഏതാവശ്യത്തിനു വേണ്ടി അവർ കടന്നു വന്നു അതേ ആവശ്യം നിവർത്തീകരിച്ച് നിന്നെ മടക്കി അയക്കുന്ന ഒരു സ്വർഗത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ച് ആമേൻ എന്ന് പറയട്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, എന്റെ പൊന്ന ദൈവദാസന്മാരെ, ഈ സഹോദരങ്ങൾ 4 പേരും വന്നു. ഒരു 6 സന്ദേശമുണ്ട് നിങ്ങളോട് പറയാൻ. ആ സന്ദേശം എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അവസാനിക്കുന്നിടത്ത് ഞാൻ ആമേൻ പറയും. ഇല്ല എങ്കിൽ എന്റെ 10-ാം മീറ്റിംഗ് എന്റെ സഹോദരങ്ങൾ നടത്തിക്കോളും, അല്ലെങ്കിൽ നമ്മൾ വെളുപ്പിന് വരെ പ്രസംഗിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, സ്തോത്രം. അന്നേരം ആരൊക്കെയോ വീഡിയോ ഓണാക്കി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്താണെന്നറിയാമോ ദാസന്മാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങളൊന്ന് ഓർത്തേ. കൃപമോളെ, കശമോളെ, ഞാൻ അവരോട് അങ്ങ് പറയുക, നിങ്ങൾ വീട്ടിന്റെ അവിടുന്ന് പോവുക. നിങ്ങൾ വീടിന്റെ വാതിക്കലെത്തി, നമ്മൾ കാറ് തിരിച്ച് ആ മേളിലേക്ക് കയറി ആ കയറ്റത്തിന്റെ അവിടെ എത്തിയപ്പോൾ വഴി അടഞ്ഞു. നമുക്കൊരു കാരണവശാലും വീട്ടിൽ കയറാൻ കഴിയുന്നില്ല. എനിക്കിപ്പോ അവരുടെ വീട് മാത്രമല്ല അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ വീടിനെ കുറിച്ചുള്ള സന്ദേശം പറഞ്ഞാൽ മതിയല്ലോ പെട്ടെന്ന്. ബാക്കിയുള്ളവര് ദൂരം ഏറ്റെടുത്താൽ മതി. സ്തോത്രം. തനിപ്പാസോട് ഒത്തു പറയാം. തനിപ്പാസെ വീട്ടിലേക്ക് കയറുന്ന വഴി വീടിന്റെ മുറ്റത്തെത്തിയപ്പോ അടഞ്ഞു. എന്തൊരു ഗതികേടാ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഞാൻ ഇന്നലെ വരെ വന്നപ്പോൾ ഈ വീടിന്റെ അകത്ത് എനിക്ക് കയറാമായിരുന്നു. ഇന്നലെ വരെ ഈ വീടിന്റെ അകത്തേക്ക് എനിക്ക് പ്രവേശന അനുമതി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ഒരു ആവശ്യവുമായി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു വിഷയം യേശു അപ്പന്റെ അരികിലേക്ക് കൊണ്ടുവന്നിറക്കി വെക്കാൻ എന്റെ മുൻപിൽ, എന്റെ ഈ ഞാൻ ചെല്ലേണ്ടുന്ന വീടിന്റെ മുൻപിലുള്ള വഴി അടഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ത് പ്രതിസന്ധി അവർ അനുഭവിച്ചു കാണുമല്ലേ? ഇടവഴികൾ നടന്ന്, അവൻ പെരുവഴികൾ നടന്ന്, കാടുകളും കുന്നുകളും ഇളക്കം പോലും തട്ടാതെ തന്റെ ചുമലിൽ 4 പേർ ചുമന്നുകൊണ്ട് വരികയാ. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ മനുഷ്യന് നാളുകളായി ഇവൻ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാ. ഏതു നിമിഷവും അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം. അങ്ങനെ ഒരു അനുഭവം ഇവന്റെ കുടുംബത്തിന് ഒരുപക്ഷെ താങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഇവന്റെ കുടുംബത്തിന്റെ അകത്ത് അഭിമുഖീകരിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അവന്റെ കുടുംബത്തിലുള്ള ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാ. ഇത് ഞങ്ങൾ കണ്ടുമടുത്തു. ഞങ്ങളെങ്കിലും ഈ മനുഷ്യനെ യേശുവിന്റെ അരികിലൊന്ന് കൊണ്ടുപോയി അവനെ സുഖപ്പെടുത്താമെന്ന് വിചാരിച്ച് കഷ്ടതയോടെ വേദനയോടെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കടത്തിവിടാൻ പുരുഷാരം അനുവാദം കൊടുക്കാതെ വഴി അടച്ചു വെച്ചു. രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയില് നിങ്ങളുടെ മുൻപിൽ വഴി ആരെങ്കിലും അടച്ചു നിൽപ്പുണ്ടെങ്കിൽ വചനം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് സന്ദേശമായി കൈമാറുന്നു. സ്വർഗം നിങ്ങളുടെ മുൻപിൽ ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ സ്വർഗം വഴി തുറന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ വേഗത്തില് നിങ്ങളോടൊന്ന് പറഞ്ഞ് എന്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. സ്വർഗം വഴി തുറന്നാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഏകദേശം ഒരു 7 കൂട്ടം കാര്യങ്ങളുണ്ട്. ആ വചനത്തിന്റെ അകത്ത് മാത്രം നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്വർഗം നമുക്കൊരു വഴി തുറന്നാൽ, സ്വർഗം തുറക്കുന്ന വഴി ആരും കാണാത്ത വഴിയാ തുറക്കുന്നത്. നല്ല രാമൻ പറഞ്ഞാട്ടെ. സ്വർഗം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത എന്താണ്? ആരും കാണാത്ത വഴിയാ. നിങ്ങൾ ഇടയ്ക്ക് ആ ചുണ്ടൊക്കെ ഒന്ന് അനക്കണേ, നല്ലതാ. അല്ലെ ചുണ്ട് ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. 1 മണിക്കൂറോളം ഇരിക്കുന്നതല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് ചുണ്ടനക്കുന്നത് നല്ലതാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്. അപ്പോൾ സ്വർഗം തുറക്കുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? സ്വർഗം തുറക്കുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ആരും കാണാത്ത വഴിയാണ് സ്വർഗം എന്ത് ചെയ്യുന്നത്? തുറക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയില് എനിക്ക് വേണ്ടി ആരും കാണാത്തൊരു വഴി എന്റെ യേശു അപ്പച്ചൻ തുറക്കാൻ പോകുക. ആരും തുറക്കാത്തൊരു വഴി തുറക്കുന്നത് പോലെ
ആരും കാണാത്തൊരു വഴി. എന്താ ആരും കാണാത്തൊരു വഴി? ആ സന്ദേശത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചേ. മുൻപോട്ട് നോക്കിയപ്പോൾ വഴി കാണുന്നില്ല, മുൻപോട്ട് ചെല്ലാനായിട്ട് കഴിയുന്നില്ല. ഇനി ഒന്നും കൂടി പറയാം, കട്ടിലെ ചുമന്നുകൊണ്ട് വരുന്ന ഇവനെ കണ്ടു കഴിയുമ്പോ വേറെ പണിയൊന്നുമില്ലടാ, പോടാ എടുത്തോണ്ട്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ കേൾക്കാൻ നേരം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് തന്നെ ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അന്നാരമാണ് കടക്കുന്ന ഒരുത്തനെ ചുമന്നുകൊണ്ട് നാലവന്മാര് ഒരു പണിയില്ലാത്തത് കൊണ്ട് ഗൂഗിൾ മീറ്റിംഗ് ക്രമീകരിച്ച് രാത്രി എത്രയായപ്പോ തുടങ്ങിയേക്കുക, വെച്ചിട്ട് പോടാ എന്ന് പറയുന്നവർ നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നോക്ക്, ഒരു പണിയില്ലാത്തത് കൊണ്ട് രാത്രിയില് കുറെ എണ്ണങ്ങളുണ്ട് ഗൂഗിൾ മീറ്റുമാണെന്നും പറഞ്ഞ് മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അങ്ങനെ പറയുന്നവരോട് പറയണം, ഇന്ന് രാത്രിയില് നീ കാണാത്ത ഒരു വഴി ഈ ഗൂഗിൾ മീറ്റിന്റെ അകത്ത് യേശു തുറക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന തലമുറകളോട് ഞാൻ പറയാം, ഇത് യൂത്തിന്റെ ഒരു പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞുങ്ങളെ, ആരും കാണാത്തൊരു വഴി യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി തുറക്കുന്നുണ്ട്. ആമേൻ. സ്വർഗം നിങ്ങൾക്ക് തുറന്നു തരുന്ന വഴി ആരും കാണാത്ത വഴിയാ. എന്താ ആരും കാണാത്ത വഴി എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിക്കേ, പുരപ്പുറത്തേക്ക് കയറാൻ അങ്ങനെ ഒരു വഴി അവിടെ ഓപ്പണായി വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. അങ്ങനെ ഒരു വഴി അവിടെ തുറന്നു വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അങ്ങനെ ഒരു വഴി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. നമ്മളൊക്കെ ആണെങ്കിൽ, എന്റെ സന്ദേശം അതിന്റെ അകത്തേക്ക് വരുന്നത് കൊണ്ട് അത് വേഗത്തിൽ പറയാം. നമ്മളൊക്കെ ആണെങ്കിൽ ആ പരിപാടി അവിടെ നിർത്തി, ഈ മനുഷ്യനെ വീട്ടിലേ ശല്യവാ, ഞങ്ങളുടെ തോളത്ത് കട്ടിലേൽ കയറി ഞങ്ങളുടെ തോളത്ത് ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇനി ഇവനെ കൊണ്ട് ഞങ്ങൾ കിലോമീറ്ററോളം നടക്കണം, 40 കിലോമീറ്റർ നടന്ന വന്നതൊന്നും ഇരിക്കട്ടെ. ബൈബിളിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് കഴിയുമ്പോ എന്നെ വിളിച്ച് വേറൊന്നും ഉണ്ടാക്കിയേക്കരുത്. സ്തോത്രം. അപ്പൊ ഒരു 40 കിലോമീറ്റർ ചുമന്നോട്ട് വന്നെന്നിരിക്കട്ടെ, സർവാസ തിരിച്ച് 40 കിലോമീറ്റർ ചുമക്കണ്ടേ? നിങ്ങൾ ഓർത്ത് എന്തൊരു ഗതികേടാ. പക്ഷെ യേശുവിന്റെ അരികിൽ വന്നാൽ അവൻ വെറുതെ നിന്നെ വിടത്തില്ല. ആരും കാണാത്ത വഴി അവൻ നിനക്ക് വേണ്ടി തുറന്നു തരും. രണ്ടാമത്തത്, ഒന്ന്, ആരും കാണാത്ത വഴി അവൻ തുറക്കുന്നു. രണ്ട്, അവിടെ തന്നെ യേശു എന്ത് ചെയ്യും? വഴി തുറക്കും. നല്ല രാമൻ പറഞ്ഞു, വഴി അടഞ്ഞത് എവിടെയാണോ അവിടെ തന്നെ യേശു വഴി തുറന്നിരിക്കും. അവൻ കോഴിക്കോട് വഴി അടച്ചിട്ട് എറണാകുളത്ത് നിനക്ക് ഞാൻ വഴി തുറന്നു തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞേക്കാം. എടാ, വീടിന്റെ അവിടെ നിനക്ക് വഴി അടഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, വരുന്ന ദിവസം നിങ്ങളുടെ വീടിന്റെ അതിലെ വരുന്നുണ്ട്, വരുമ്പോൾ എനിക്കൊരു ദൂത് പറയാനുണ്ട്, അതുകൊണ്ട് ആ വഴി നിങ്ങൾ കാത്തിരുന്നു, അന്ന് നിങ്ങൾക്ക് ഞാനൊരു വഴി തുറന്നു തരാമെന്ന് പറഞ്ഞ യേശുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് അവൻ ആ അടഞ്ഞുപോയ ഏത് വഴിയാണോ ആ വഴിയുടെ അതേ സ്ഥാനത്ത് തന്നെ നമുക്ക് വഴി തുറക്കുന്ന ഒരു യേശു ഉണ്ട്. വേഗത്തിൽ അടുത്ത ചിന്തയിലേക്ക് വരിക. ഒന്ന്, ആരും കാണാത്ത വഴി യേശു തുറക്കും. രണ്ട്, അവിടെ തന്നെ വഴി തുറക്കും. മൂന്ന്, അന്ന് തന്നെ വഴി തുറക്കും. അല്ല രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നമ്മുടെയൊക്കെ ഇപ്പൊ ടോക്കൺ എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ടോക്കൺ എടുത്ത് വിളിച്ച് ചോദിച്ച് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്താലേ പ്രാർത്ഥിക്കാൻ ഇപ്പൊ സമയമുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് നാളെ ഒന്ന് കാണാൻ പറ്റുമോ? നാളെ ഏതോ ദിവസം? നാളെ തിങ്കളാഴ്ച. ഞാനൊന്ന് നോക്കട്ടെ. തിങ്കളാഴ്ച 10 മുതൽ 11 മണി വരെ കെസിയായ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. 11 മുതൽ 12 വരെ സനിഫാസക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പിന്നെ ഷീന സിസ്റ്റർക്ക് വേണ്ടി, അത് കഴിഞ്ഞ് മെജുഷ സിസ്റ്റർക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ ഡേറ്റ് വെച്ച് നോക്കിയപ്പോ നാളെ സമയമില്ല. അപ്പൊ നിങ്ങൾ ചൊവ്വാഴ്ച വെച്ച് നോക്കുമ്പോ ഇങ്ങനെ പല ആളുകളും വന്നില്ല, നടക്കുകയല്ല കേട്ടോ. നിങ്ങൾ അടുത്ത മാസം ഒരു 20-ാം തീയതിക്ക് പോകാം. അപ്പൊ ഇന്ന് ടോക്കൺ എടുത്ത് പ്രാർത്ഥിക്കുന്ന കാലഘട്ടം. അപ്പൊ യേശുവിന്റെ അരികിലേക്ക് ഈ ഒരു ചിന്ത ചെന്നിരിക്കട്ടെ. ഏത് ചിന്ത? പുറത്തു വന്ന ആളുകള് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഇതുപോലെ 4 പേര് ഒരുത്തനെ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ആണോ? ഇവിടെ അകത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അന്ന് ഒരു കാര്യം ചെയ്യും, ഒരു 3 ദിവസം കഴിയുമ്പോ ഞാന് ഇന്ന സ്ഥലത്തൂടി ഗനസരത്ത് തടാകത്തിന് സൈഡിൽ കൂടി ഞാനൊന്ന് പോകുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ, അവിടെ കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറാം. അന്ന് അവന്മാരോട് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ പറ.
പക്ഷെ നമ്മുടെ ഇടയിൽ എങ്ങനെ ഇത് വന്ന് കയറി എന്നുള്ളത് എനിക്ക് മനസ്സിലാകാം. ഇന്നൊരു സൗഖ്യം കിട്ടണമെങ്കിൽ 4 മാസം കാത്തിരിക്കണം. അതിലും ഭേദം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിൽ വരും. ഒരു പനി പിടിച്ച് പ്രാർത്ഥിക്കാൻ ഒരുത്തന്റെ അടുത്ത് ചെന്നാൽ അവന് തോന്നുമ്പോൾ അവന് പ്രാർത്ഥിക്കുന്നത്. അതിലും ഭേദം പാരസെറ്റാമോൾ 3 എടുത്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ ഡോളോ 3 എടുത്ത് കഴിച്ചാൽ രാത്രിയാകുമ്പോൾ നിന്റെ പനി തീരും. പിന്നെ പ്രത്യേകിച്ച് ഇവന്റെ തലക്കിരി കൊണ്ട് കൈക്കിരി കൊണ്ട് നിന്റെ തല വെച്ച് കൊടുക്കണോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇവിടെ യേശു പറയുക, നിങ്ങളൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് അന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ വിളിച്ചിട്ടേ വരാവുള്ളൂ. കേട്ടിട്ടുണ്ടോ സൻപാസെ? വിളിച്ചിട്ടേ വരാവുള്ളൂ. ആ വിളിച്ചിട്ട് വന്നാലേ ഈ പുള്ളിക്ക് കൃപ വരത്തുള്ളൂ. വിളിച്ച് ശനിയാഴ്ച വരണം കേട്ടോ, വിളിച്ചിട്ട് ശനിയാഴ്ച വരണം. കാരണം ഈ പുള്ളിക്ക് ശനിയാഴ്ച കൃപ ഉണ്ടാകത്തുള്ളൂ. അതുവരെ പുള്ളിന്റെ കൃപ പുറത്തു നിൽക്കുക. അന്നേ പുള്ളിക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഉപദേശം പറയുകയാണ്, ദയവായിട്ട് ഇങ്ങനെയുള്ള ഗതികെട്ടവന്മാരുടെ അടുത്ത് പോയി നിങ്ങളുടെ തല വെച്ച് കൊടുക്കരുത്. കരമുയർത്തി ഹല്ലേലൂയ പറയാവോ? ഇങ്ങനെയുള്ള നാശം പിടിച്ചവന്മാരെ അടിച്ചതിന്റെ അകത്ത് കയറ്റരുത്. ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ഇത് സൂം ആയിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാണ്, ഇത് ഞാൻ ലൈവ് ഇട്ടോളാൻ പറഞ്ഞു. സ്തോത്രം. കൊടുത്തു. സ്തോത്രം. കാരണം ഇന്ന് ടോക്കൺ മേടിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഗതികെട്ട കാലത്തിലേക്ക് നമ്മുടെ സഭകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ ദൈവമക്കളും മാറ്റപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ യേശുവിന്റെ അടുത്ത് വന്ന ഈ 4 പേരുടെ അവസ്ഥ നോക്കിക്കേ. യേശു പറഞ്ഞു 4 ദിവസം കഴിഞ്ഞിട്ട് വാ. ഇല്ല, അന്ന് തന്നെ യേശു വഴി തുറന്നു. ആമേൻ പറഞ്ഞു. സ്വർഗം വഴി തുറക്കുന്നത് അന്ന് തന്നെ വഴി തുറക്കുകയാ. അത് നാളത്തേന് വെച്ചിട്ടില്ല. അടുത്ത ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ കുറച്ച് ആളുകൾ ഒന്ന് മാറട്ടെ, ഞാൻ എന്നിട്ട് നോക്കാം. ഇല്ല, യേശു ആ സമയത്ത് തന്നെ സ്വർഗം അവർക്ക് വഴി തുറന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? രാത്രിയില് നമ്മുടെ വിഷയങ്ങളുമായി യേശുവിന്റെ അരികിൽ വന്നാൽ അവൻ അടഞ്ഞുപോയ വഴിയുടെ മുൻപിൽ നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന നമ്മളോട് സ്വർഗം പറയുക, കുഞ്ഞെ, യേശുവിന്റെ അരികിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയില് ആരും കാണാത്തൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരുന്നുണ്ട്. 1, 2, അവിടെ തന്നെ ഞാൻ നിനക്കൊരു വഴി തുറന്നു തരുന്നുണ്ട്. ആമേൻ. 3, ആമേൻ, അന്ന് തന്നെ നിനക്ക് ഞാൻ ഒരു വഴി തുറന്നു തരുന്നു. കരമുയർത്ത് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാണ്ട് സ്തോത്രം. ഇനി 4-മത്തെ ചിന്ത എന്താണെന്ന് അറിയാമോ? വഴി അടച്ചവരുടെ മുൻപിൽ തന്നെ യേശു വഴി തുറക്കും. നിങ്ങള് രാമേനൊക്കെ പറയണേ. സ്തോത്രം. എനിക്കറിയാം നിങ്ങള് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫും ചിക്കനും ഒക്കെ കഴിച്ചിട്ടായിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിന്റെ ഒരു ക്ഷീണം നിങ്ങളുടെ മുഖത്തൊക്കെ കാണാനുണ്ട്. എന്നാലും സാരമില്ല. വഴി അടച്ചവരുടെ മുൻപിൽ യേശു വഴി തുറന്നു. ഇല്ലേ? നിങ്ങൾ ആ വാക്യം മാത്രം, 19-ാമത്തെ വാക്യം മാത്രം നിങ്ങളൊന്ന് വായിച്ചേ. അതിന്റെ അകത്ത് സംഭവിച്ച 7 കാര്യങ്ങളിൽ 4-മത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ആ സംഭവ സ്ഥലത്ത് തന്നെ സംഭവിക്കുകയാ. എന്താ? വഴി അടച്ചവരുടെ മുൻപിൽ വഴി തുറന്നു. ആരാണോ നിന്റെ വഴി അടച്ചു നിൽക്കുന്നത്, ആരാണോ നിന്റെ വഴി മുടക്കി നിൽക്കുന്നത്, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ പറയുന്നു, യേശു നിനക്കുണ്ട്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി 5-മത്തെ കാര്യം പറയാം. ആരുടെയും സഹായം വേണ്ടാത്ത വഴിയാണ് യേശു തുറന്നു തരുന്നത്. നല്ല രാമൻ പറയാമോ? നമുക്കൊക്കെ ഇപ്പോൾ ആവശ്യം എന്താണെന്ന് അറിയാമോ? മറ്റു പലരും സഹായിച്ചാലേ നമുക്കിപ്പോ വഴി വേണ്ടു. പക്ഷെ യേശു തുറന്നാൽ ആരുടെയും സഹായം നമുക്ക് എന്ത് ചെയ്യണ്ട? വേണ്ട. നെഹമ്യാവിന്റെ പുസ്തകത്തില് വായിക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ ഇത് കഴിയുമ്പോൾ ഒന്ന് വായിക്കണം. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് സശ്രദ്ധം ഒന്ന് വായിച്ചു നോക്കണം. കൂട്ടാളികൾ ആരുമില്ലായിരുന്നു, കൂട്ടുകാരാരുമില്ലായിരുന്നു, ഒപ്പം നിൽക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആരും കൂടെ ഇല്ലാതിരുന്നാൽ, ആരും ഒപ്പം ഇല്ലാതിരുന്നാൽ നീ ഭാരപ്പെടണ്ട.
ആരുടെയും സഹായം നിനക്ക് ആവശ്യമില്ല. എന്റെ അപ്പൻ നിനക്ക് വഴി തുറന്നു തന്നാൽ ഒരു മനുഷ്യന്റെ സഹായവും അവൻ നിനക്ക് വേണ്ടാത്ത നിലവാരത്തില് യേശു നിനക്ക് വ്യക്തമായ ഒരു വഴി ഇന്ന് രാത്രിയിൽ തുറന്നു തരുന്നുണ്ട്. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ. ആറാമത്തെ കാര്യം, ആരും ചോദ്യം ചെയ്യാത്തൊരു വഴിയാ തുറക്കുന്നത്. നല്ല രാമൻ പറഞ്ഞേ, ആരും ചോദ്യം ചെയ്യാത്ത വഴിയാ. എന്റെ പൊന്നച്ച, വഴിയെ കുറിച്ച് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ, വിടുതലിനെ കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയിട്ടില്ല. തുറക്കുന്ന വഴിയെ കുറിച്ച് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ആറാമത്തെ ചിന്തയിലേക്ക് വന്നപ്പോൾ ആരും ചോദ്യം ചെയ്യാത്ത വഴിയാ. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാരും കൂടി സനിപ്പാസ വീട്ടിലോട്ട് വരുവാന്നിരിക്കട്ടെ. പുള്ളിയാണെങ്കിൽ എന്നോട് വഴക്കുണ്ടാക്കുകയല്ലേ, സ്തോത്രം. അപ്പം വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. സനിപ്പാസ് ആകെ നോക്കി ഞങ്ങളെ അകത്ത് കൊണ്ടുചെല്ല, നടന്നില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്റെ ഭാര്യ സിനിയോട് പറയാം, മോളെ പേടിക്കണ്ട, എന്താ പപ്പാ കാര്യം, നമുക്ക് പണിയുണ്ട്. എന്താ പണി? സനിപ്പാസ വീടിന്റെ ഓട് പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞതേ ഓർമ്മയുണ്ടാകത്തുള്ളൂ. ഹലോ, നിങ്ങൾക്ക് ചിന്ത മനസ്സിലായോ? ഞാൻ അങ്ങനെ പറഞ്ഞതേ ഓർമ്മയുണ്ടാകത്തുള്ളൂ. ഒരു മനുഷ്യന്റെ ഈ വീടിന്റെ മച്ച് പൊളിക്കാൻ ഒരു മനുഷ്യനും അനുവാദം കൊടുക്കത്തില്ല. എടാ, വെറുതെ നടക്കുന്ന വീടിന്റെ മണ്ടയ്ക്ക് കയറി അവനെ ഓടിച്ചു വിടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ വീടിന്റെ പരമ്പി കൂടി കയറി ഇറങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. എന്റെ വീടിന്റെയോ നിങ്ങളുടെ വീടിന്റെയോ അതിന്റെ സൈഡിൽ ഒരുത്തം തൂമ്പയായിട്ട് നിൽക്കട്ടെ, പിറ്റേ ദിവസം ആതിരി മാറ്റി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും നമ്മൾ. അങ്ങനെയുള്ള ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ വീടിന്റെ മുകളിൽ അവൻ കയറി 4 പേര് ഓട് പൊളിച്ച് മച്ച് പൊളിച്ച് യേശുവിന്റെ അരികിലേക്ക് ഇവനെ ഇറക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ വായ് പോലും തുറന്നിട്ടില്ലെന്നുള്ളതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു വാക്യം ഒന്ന് വായിച്ചു തരണം, ഒറ്റ വാക്യം അതിനോടനുബന്ധിച്ച്. പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വെച്ച് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നുണ്ട്. വായിച്ചോ മജിഷ, വായിച്ചോ മജിഷ, വായിച്ചോ മജിഷ, മജിഷ വായിച്ചോ, വായിച്ചോ, വായിച്ചോ. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലും വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദേശം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതിന്റെ അകത്ത് ഒരു പദം എഴുതി വെച്ചിട്ടുണ്ട്. ആ പദം എങ്ങനെയാ? ഒരു നായ് പോലും വായ എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. നമുക്ക് ആ സന്ദർഭവും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, അറിയാം. ഇതൊക്കെ ശ്രദ്ധിച്ചോണം. നമുക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടില് രാത്രി ഒരു 11:30-12 മണിയായപ്പോൾ ഞാനിങ്ങനെ കിടക്കുക. കിടന്നപ്പം ഞങ്ങള് റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. ഒരു പട്ടി നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പോ ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ ടോർച്ചെടുത്ത് നോക്കി. ഈ പരിസരത്തുള്ള പട്ടികളെല്ലാം ഭയങ്കര കുരയ്ക്കല. അങ്ങനെ ഞാന് ടോർച്ചും എടുത്ത് ഞാൻ ഗേറ്റ് പതുക്കെ ഒന്ന് തുറന്ന് റോഡിലോട്ട് നോക്കിയപ്പം ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള പട്ടി അപ്പുറത്ത് മതിലയിൽ ഒരു പൂച്ച ഇരിക്കുന്നത് കണ്ടോണ്ട് അതിനെ കണ്ടോണ്ടാ കുരച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പൂച്ച മതിലേ കയറി ഇരിക്കുന്നത് കണ്ടോണ്ടാണ് ഈ പട്ടി എന്ത് ചെയ്യുന്നത്, കുരച്ചോണ്ടിരിക്കുന്നത്. കുറെ കഴിഞ്ഞ് എനിക്ക് ഉറങ്ങണമല്ലോ, ഞാൻ ഈ മതിലയിലിരിക്കുന്ന പൂച്ചേനെ ഒരു കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന് മുന്നില് പൂച്ചയെ കണ്ട പട്ടി കുരയ്ക്കൽ നിർത്തി. പക്ഷേ ആ ദേശത്തുള്ള പട്ടികള് നേരെ വെളുക്കുന്നോളം വരെ കുരച്ചോണ്ടിരുന്നു.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ വചനം എഴുതി വെച്ചിരിക്കുന്ന മനുഷ്യന്റെ നേരെയോ യാതൊരു മൃഗത്തിന്റെ നേരെയോ ഒരു നായി പോലും വായി തുറന്നില്ല. എന്താ കാരണം? തമ്പുരാൻ ചിലതിന്റെ വായ അടച്ച അത് അടച്ചത് തന്നെയാണ്. ഒറ്റ വാക്ക് പറയാം, നിന്റെ നേരെ നിന്ന് കുരയ്ക്കുന്ന ചിലത്, അത് അങ്ങനെ തന്നെ പറയുകയാണ്. നിന്റെ നേരെ വായിട്ടലയ്ക്കുന്ന ചിലത്, നിന്റെ ജീവിതത്തിന് നേരെയും നിന്റെ കുടുംബത്തിന് നേരെയും നിർത്താതെ അവൻ കുരയ്ക്കുന്ന ചിലതിന്റെ വായെ തമ്പുരാൻ അടപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആരും ചോദ്യം ചെയ്യാത്ത നിലവാരത്തില് പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നത്, ആരും നിന്റെ ജീവിതത്തോടോ നിന്റെ കുടുംബത്തോടോ നിന്റെ ജീവിത പ്രശ്നങ്ങളോടോ കുഞ്ഞുങ്ങളോടോ നീ അനുഭവിക്കുന്ന ചില മേഖലകളോടോ നന്മകളോടോ ചോദ്യം ചെയ്യാത്ത നിലവാരത്തില് ദൈവം നിനക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറന്നു തരികയാ. ഒരു മനുഷ്യന്റെ നാവ് പോലും നിന്റെ നേരെ അനങ്ങാത്ത നിലവാരത്തില് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്ക് വീണ ദാനിയേലിനെ അവൻ പ്പിച്ച് അവൻ പുലരും വരെ പരിപാലിച്ച ദൈവത്തിന്റെ പരിപാലനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയില് ഈ ഗൂഗിൾ മീറ്റിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, തലമുറകളെ, നിങ്ങളുടെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിങ്ങളുടെ നേരെ നിൽക്കാത്ത നിലവാരത്തില് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഒരു മനുഷ്യനും നിങ്ങളോട് ചോദ്യം ചെയ്യാത്ത വഴി സ്വർഗം നിങ്ങൾക്ക് തുറന്നു തരും. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഏഴാമത്തെ ചിന്തയും കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താ ഏഴാമത്തെ ചിന്ത എന്നറിയാമോ? ഒറ്റ പ്രാവശ്യമേ ആ വഴി തുറന്നിട്ടുള്ളൂ. എടാ, പുരയുടെ മുകളിൽ കയറി ഓട് പൊളിച്ച് മച്ച് പൊളിച്ച് വീടിന്റെ അകത്ത് ഇറക്കിയ വഴി ഒറ്റ പ്രാവശ്യമേ ബൈബിളിന്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. ഇന്ന് രാത്രിയില് നിനക്ക് വേണ്ടി തുറക്കുന്ന വഴി അങ്ങനെയാ. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, സ്വർഗം നിനക്കൊരു വഴി തുറന്നാൽ അതൊരു മനുഷ്യനെ കൊണ്ട് അടയ്ക്കാൻ കഴിയത്തില്ല. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, ആരും കാണാത്ത വഴിയാണ് സ്വർഗം തുറക്കുന്നത്. രണ്ട്, അവിടെ തന്നെ പ്രശ്നങ്ങൾ എവിടെ അവിടെ തന്നെയാണ് വഴി തുറക്കുന്നത്. മൂന്ന്, അന്ന് തന്നെ സ്വർഗം നിനക്ക് വഴി തുറക്കും. നാല്, വഴി അടച്ചവരുടെ മുൻപിൽ അവൻ നിനക്ക് വഴി തുറക്കും. അവൻ 5, ആരുടെയും സഹായം വേണ്ടാത്ത വഴി സ്വർഗം നിനക്ക് തുറന്നു തരും. 6, ആരും ചോദ്യം ചെയ്യാത്ത വഴി ദൈവം നിനക്ക് തുറന്നു തരും. ഏഴാമത്തത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒറ്റ പ്രാവശ്യമേ വഴി തുറന്നിട്ടുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും പ്രശ്നങ്ങളുമായി യേശു തമ്പുരാന്റെ അരികിൽ ഇന്ന് രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വേദനിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് വൃഥാവാകത്തില്ല, നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് വെറുതെയായി പോകത്തില്ല. കാരണം നിങ്ങൾ കടന്നു വന്നത് കേവലം മാനുഷികപരമായ ഇടപെടലിന്റെ നടുവിലല്ല, മറിച്ച് നിങ്ങൾ കടന്നു വന്നത് സ്വർഗത്തിന്റെ അരികിലാണെങ്കിൽ ആ സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വഴിയുടെ പ്രതിഫലനമാണ്. ആമേൻ. നമ്മൾ ഒരുമിച്ച് കൈമാറിയത് നിങ്ങൾക്ക് വേണ്ടി പുത്തൻ വഴികളെ അവൻ തുറന്നു തരികയാ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും, അവൻ നിന്റെ വഴി നിനക്ക് വേണ്ടി ഒരുക്കും, നിനക്ക് വേണ്ടി തുറക്കും. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ മൂടട്ടെ. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി വായികളെ തുറന്നാട്ടെ. എല്ലാ ശബ്ദം ഉയർത്തി നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അല്പനിമിഷം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇന്ന് രാത്രിയില് സ്വർഗം തുറക്കുന്ന വഴിയാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. ആ സ്വർഗം തുറക്കുന്ന വഴി ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു പോയത് കൊണ്ട് ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഭവനത്തിന്റെ വാതിൽക്കല. ഞങ്ങളുടെ ഭവനത്തിന്റെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വഴിയുണ്ട്, പക്ഷെ ആ വഴി ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞുപോയി. പക്ഷെ ഇന്ന് രാത്രിയിൽ അരുമനാഥ, അങ്ങയുടെ അരികിൽ ഞങ്ങൾക്ക് എത്തിയേ മതിയാകത്തുള്ളൂ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് എത്തിയേ മതിയാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗമേ അവിടുന്ന് വഴി തുറക്കണം. അങ്ങ് തുറക്കുന്ന വഴി ഞങ്ങൾക്കറിയാം, അതാരും കാണാത്ത വഴിയാ. ഒരു മനുഷ്യന്റെ കണ്ണിന് പോലും ഇന്ന് വരെ കാണാൻ കഴിയാത്ത അത്രയും അത്യത്ഭുതകരമായി തുറക്ക
നടക്കാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വഴിയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അവിടെ തന്നെ ഞങ്ങൾക്ക് വഴിയൊരുക്കും. ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തല്ല വഴിയൊരുക്കുന്നത്. ഞങ്ങളുടെ വഴി അടഞ്ഞുപോയി അതേ സ്ഥാനത്ത്, നിങ്ങളുടെ ഉറവകൾ അടഞ്ഞുപോയി അതേ സ്ഥാനത്ത്, നിങ്ങളുടെ നന്മകൾ തീർന്നുപോയി അതേ സ്ഥാനത്ത് ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? അന്ന് തന്നെ വഴി തുറന്നു. വഴി അടച്ചവരുടെ മുൻപിൽ വഴി തുറന്നു. ആരുടെയും സഹായം വേണ്ടാത്തൊരു വഴി നിങ്ങൾക്ക് നല്ലൊരു വഴി അവർ തുറന്നു. ആരും ചോദ്യം ചെയ്യാതെ ഒറ്റ പ്രാവശ്യം തുറന്ന വഴി നിങ്ങളുടെ മുൻപിൽ സ്വർഗം തുറക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ ഗൂഗിൾ മീറ്റിൽ പ്രാർത്ഥനയോടെ പ്രഭാഷണത്തിന്റെ മുൻപിൽ ശ്രദ്ധിച്ചിരുന്ന വാട്സിന്റെ സഹോദരങ്ങളെ ദൈവകരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. നിരവധി വഴികൾ അവരുടെ മുൻപിൽ അടഞ്ഞുപോയി. മനുഷ്യർ പലരും അവരുടെ മുൻപിൽ വഴി അടച്ചു വെച്ചു. അവരുടെ ഒപ്പം നിന്നവരുടെ, അവരുടെ കൂടെ നിന്നവര്, അവരെ സ്നേഹിച്ചവര്, അവരെ സഹായിപ്പാൻ കടന്നു വന്നവരെല്ലാം വഴി അടച്ചു കളഞ്ഞു. പക്ഷെ ഇന്ന് രാത്രിയിൽ സ്വർഗമേ, ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തരും. ആരും കാണാത്തൊരു വഴി, അവിടെ തന്നെ ഞങ്ങൾക്ക് തുറക്കുന്ന വഴി, അന്ന് തന്നെ ഞങ്ങൾക്ക് തുറക്കുന്ന വഴി, വഴി അടച്ചവരുടെ മുൻപിൽ തുറക്കുന്ന ഒരു വഴി ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് തുറക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം പറയും. അത് ഈ ജനത്തിന് ഇന്ന് രാത്രിയിൽ അത് തുറന്നു കൊടുക്കേണ്ടതിനാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ നിറഞ്ഞ മനസ്സോ ഈ ജനത്തെ അധികം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴി തുറന്ന് നന്മയുടെ അനുഗ്രഹം ഈ ജനത്തിന്റെ മേൽ വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. നമുക്ക് വേണ്ടി സ്വർഗം ഒരു വഴി തുറക്കുന്നുണ്ട്. അതാരും കാണാത്തൊരു വഴിയാണ്. ആ വഴി തുറന്ന് നന്മ അനുഭവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.